പറഞ്ഞു തോന്നുന്നു ഓളത്തിൽ പറയുന്നതായിരിക്കും. ഓളത്തിലൊന്നുമല്ല. എന്തെങ്കിലും തെളിവുണ്ടോ? അച്ഛനാണ് അമ്മാവനാണെന്നല്ല, ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കുന്ന ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. അടിസ്ഥാനപരമായ ഹിന്ദു വിശ്വാസത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം. അയ്യപ്പന്റെ മാത്രമല്ല, ഏത് അമ്പലത്തിലെ തന്ത്രിയാണോ അവിടുത്തെ പിതാവാണ്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. ഞാൻ പന്തളം സ്വദേശിയാണ്. അത്യാവശ്യം ഈ ശബരിമല അയ്യപ്പനുമായിട്ടും പന്തളം കൊട്ടാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ കുറെ കാലത്തെ അനുഭവമുണ്ട്. അത് വെച്ച് ഞാൻ പറയുകയാണ്, അത് വെച്ച് മാർക്ക് നിഷേധിക്കുക, ഇതെല്ലാവർക്കും നോൺ ഫാക്റ്റാണത്. ഈ മേൽശാന്തി ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തന്നെ ഒരു കൊള്ളസംഘമാണത്. അതിലെ ഈ മേൽശാന്തി നിയമനം എന്ന് പറയുന്നത് എല്ലാ നിയമനങ്ങൾക്കും പൈസ വാങ്ങിക്കിട്ടും കൈക്കൂലി വാങ്ങിയിട്ടുമാണ് അവിടെ നടക്കുന്നത്. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. ഈ മേൽശാന്തി നിയമനത്തിന്റെ അകത്ത് നല്ല രസകരമായ ഒരു കാര്യമുണ്ട്. ഒരു 90കളിലൊക്കെ ഈ അവസാനത്തെ നറുക്കിന്റെ അകത്ത് കയറാൻ 10 ലക്ഷമോ 15 ലക്ഷമോ മറ്റോ ആയിരുന്നു കൈക്കൂലി കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പൊ അത് എത്ര ആയി കാണുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അതിനെക്കാട്ടും പല മടങ്ങ് കൂടിയിട്ടുണ്ടാകും. ഇത്രയും വലിയ കൈക്കൂലി കെട്ടുകണക്കിന് കൊടുത്തിട്ടാണ് ഇവന്മാര് നറുക്കിന്റെ അകത്ത് കയറുന്നത്. ആ നറുക്കിന്റെ അകത്തുനിന്ന് എല്ലാവർക്കും പൈസ കൊടുക്കും. എന്നിട്ട് എനിക്കൊന്നും നറുക്ക് കിട്ടാത്തവർക്ക് തിരിച്ചു കൊടുക്കുവോ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഈ മേൽശാന്തി നിയമനം എന്ന് പറയുന്നത് ശബരിമലയിൽ നടക്കുന്നത്. ഇതിന്റെ അകത്ത് അവിടെ ആ ക്ഷേത്രവുമായിട്ടും അവിടുത്തെ കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയർ ഉണ്ട്. എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഉദ്യോഗസ്ഥര്, കമ്മീഷണറ്, തന്ത്രി, മന്ത്രി എല്ലാവരും ഇതിന്റെ അകത്ത് ഈ കൊള്ളസംഘത്തിന്റെ ഭാഗമാണ്. എനിക്കതിൻ്റെ അകത്ത് ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല, ഒരു സർപ്രൈസിങ്ങും ഇല്ല ഇതിന്റെ അകത്ത്. രേഖകൾ സഹിതം പുറത്തു വന്ന സ്ഥിതിക്ക് ED പ്രസാദ് നമ്പൂതിരിക്ക് ഇനി ശബരിമല മേൽശാന്തിയായി തുടരാൻ യോഗ്യതയുണ്ടോ? കാരണം ശബരിമല മേൽശാന്തി തന്നെയാണ് വ്യാജരേഖകൾ ഹാജരാക്കി മേൽശാന്തി നിയമനം നേടിയിരിക്കുന്നത്. ഭക്തരുടെ വികാരം വ്രണപ്പെടാൻ ഇതിൽ കൂടുതൽ എന്താണ് ഉള്ളത്? ശബരിമലയിൽ പൂജ ചെയ്യുന്ന മേൽശാന്തിക്ക് യോഗ്യതയില്ല. ഭക്തരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന, അയ്യപ്പ ഭക്തർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അതിൽ കൂടുതൽ അന്വേഷണം വേണം. കൂടുതൽ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ നിലപാടറിയണം. ശ്രീ ഷാബു പ്രസാദ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതിൽ എന്താ പറയുക, എലിമെന്റ്സ് ഓഫ് ട്രൂത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് പലപ്പോഴും സംഭവിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ രാഷ്ട്രീയ സ്വാധീനത്തിനും മറ്റും വഴങ്ങി കാശ് മേടിക്കുന്നതിന് വരെ ചെക്കായിരുന്നു മേടിച്ചത്. ഏകദേശം 2000 വരെ, 2000ന്റെ പകുതി അല്ലെങ്കിൽ 2005-6 കാലഘട്ടം വരെ ഈ പ്രാക്ടീസ് തുടർന്നിരുന്നു. അതായത് ചെക്ക് മേടിക്കും, 10-9 പേരുടെ നിന്ന് ചെക്ക് മേടിക്കും. എന്നിട്ട് കിട്ടിയ ആളുടെ ആ ചെക്ക് അവരുടെ കയ്യിൽ വെക്കും, ബാക്കി എല്ലാം തിരിച്ചു കൊടുക്കും. പക്ഷെ എല്ലാരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തന്ത്രിയോ ബാക്കിയുള്ളവരോ ഒന്നും ഇതിൽ ഇൻവോൾവ് അല്ല. ദേവസ്വം ബോർഡുകാർ പലപ്പോഴും ചെയ്യുന്ന നേരെ തിരിച്ച് ഇത് ക്ലീനപ്പ് ചെയ്യാൻ ഏറ്റവും ഇനീഷ്യേറ്റീവ് എടുത്തത് ഷാബു പറയുന്നത് തന്ത്രിയും ഇൻവോൾവ് ആണെന്നാണ് അല്ലേ? ഷാബു അങ്ങനെ പറഞ്ഞു തോന്നുന്നു. ഓളത്തിൽ പറയുന്നതായിരിക്കും. ഓളത്തിലൊന്നുമല്ല. എന്തെങ്കിലും തെളിവുണ്ടോ? അച്ഛനാണ് അമ്മാവനാണെന്നല്ല, ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കുന്ന ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. അടിസ്ഥാനപരമായ ഹിന്ദു വിശ്വാസത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം. അയ്യപ്പന്റെ മാത്രമല്ല, ഏത് അമ്പലത്തിലെ തന്ത്രിയാണോ അവിടുത്തെ പിതാവാണ്. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. രാഹുൽ പറയട്ടെ അല്ല, അത് ഫ്ലോയിൽ പറഞ്ഞതല്ല എന്ന് ശ്രീ ഷാബു പറഞ്ഞു കഴിഞ്ഞു. ശരി, അല്ല രാഹുൽ പറയട്ടെ. രാഹുലെ ഇതിൽ അവസാനം ദേവസ്വം ക്ലിയറൻസും ഇക്കാര്യത്തിൽ കിട്ടിയിരുന്നു കേട്ടോ ED പ്രസാദ് നമ്പൂതിരിക്ക്. അല്ല രാഹുൽ വേണ്ട, രാഹുൽ സംസാരിക്കും. ശരി, രാഹുൽ പറയൂ. അതുകൊണ്ട് ഇത് എന്താ പറയണേ, അർദ്ധസത്യവും പകുതി സത്യവും അറിഞ്ഞിട്ടൊന്നും കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കരുത്. ഇത് ക്ലീനപ്പ് ചെയ്യാൻ ഏറ്റവും ഇനീഷ്യേറ്റീവ് എടുത്തത് ശബരിമല മുതിർന്ന മന്ത്രിയായിരുന്ന കണ്ടൂർ മഹേശ്വര. അദ്ദേഹം ഹൈക്കോടതിയോട് ഒരു ഒബ്ജയായിരുന്ന ശ്രീ G സുധാകരൻ ഇതിന് വലിയൊരു രീതിയിൽ എഫേർട്ട് എടുത്തിരുന്നു. അങ്ങനെ അത് കാര്യമായിട്ട് ക്ലീനപ്പ് ചെയ്തു. പരിപൂർണ്ണ കമ്മീഷൻ അടക്കം വരികയും ഈ ദേവസ്വം ബോർഡിന്റെ തെറ്റായ ഇടപെടലുകളെ ഒരുപാട് എക്സ്പോസ് ചെയ്യുകയും മറ്റും ചെയ്തു. അതുകൊണ്ട് എല്ലാവരും കള്ളന്മാരാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ചില കള്ളന്മാരുണ്ടാവും.
സ്ട്രക്ചറലായി കുറെ ഇതിൽ ക്ലാരിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ മാറ്റം വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ശ്രീ പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി ആയിരിക്കുന്ന വ്യക്തി, അദ്ദേഹം നേരിട്ട് ഇതിൽ ഇൻവോൾവ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ദേവസ്വത്തിന്റെ വിജിലൻസിനും അവരുടെ പോലീസിനും തെറ്റുപറ്റിയതാണോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അല്ല മേൽശാന്തിക്ക് എങ്ങനെയാണ്, അല്ല മേൽശാന്തി ഇൻവോൾവ് അല്ലാതെ വരുന്നത് എങ്ങനെയാണ്? കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ ഖണ്ഡിക 4 പ്രകാരമുള്ള 4ാമത്തെ വ്യവസ്ഥ അത് പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ. താൻ എവിടെയാണ് മേൽശാന്തിയായി ജോലി ചെയ്തിരുന്നത്, നിലപാട് നിങ്ങൾ അന്വേഷിക്കണം. അല്ല മേൽശാന്തിയായി ജോലി ചെയ്തിരുന്നത് അവിടെ എത്ര പൂജകൾ ദിവസേന ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതല്ലോ. ഉദാഹരണത്തിന് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മേൽക്കാവും കീഴ്ക്കാവും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹത്തിന്റെ ഒരു മറുപടി വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പ്രതികൂട്ടിലാക്കുന്നതിൽ അർത്ഥമില്ല. അതാണ് ഒന്ന്. രാവിലെ ജയകുമാർ സാറിനോട് ചോദിച്ചു, ന്യായീകരിക്കുകയാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ മേൽശാന്തിയെ ന്യായീകരിക്കുകയാണല്ലോ. അപ്പോൾ അല്ലല്ലോ, ആര് ന്യായീകരിച്ചു? അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഈ രേഖകൾ സംസാരിക്കുന്നുണ്ടല്ലോ. രാഹുൽ, താങ്കൾ ഈ രേഖകളിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, രേഖകൾ കണ്ട് വളരെ ക്രെഡിബിൾ ആയിട്ടാണ് തോന്നുന്നത്. ദേവസ്വം ബോർഡിന് പ്രത്യേക ചട്ടങ്ങളുണ്ട്, ആ ചട്ടങ്ങൾ മറികടന്നു എന്നാണ് ലഭ്യമായ വിവരങ്ങൾ കൊണ്ട് തോന്നുന്നത്. ഈ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ അല്ല, ഹൈന്ദവ ശാസ്ത്രപ്രകാരം, ആഗമ താന്ത്രിക ശാസ്ത്രപ്രകാരം ഏത് അമ്പലത്തിലെ തന്ത്രിയും അവിടുത്തെ പ്രതിഷ്ഠയുടെ പിതാവാണ്. അതുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. ഇവിടെ മേൽശാന്തിയെ അധിക്ഷേപിക്കരുതെന്ന് താങ്കൾ പറയരുത് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി, ഞാൻ തന്ത്രിയുടെ കാര്യമാണ് പറഞ്ഞത്. മേൽശാന്തി ശരി, ശ്രീ എം കെ കരുതാസ്, തന്ത്രി ഇതിനകത്തേക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം മേൽശാന്തിയാണ് ഇവിടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുള്ളത്. കൂട്ടുത്തരവാദിത്തമുള്ളൊരു തട്ടിപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ ഈ മേൽശാന്തിയായ ED പ്രസാദ് നമ്പൂതിരി മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. കൂട്ടുത്തരവാദിത്തമുണ്ട് ഈ തട്ടിപ്പിന്. പക്ഷെ അവിടെ തന്ത്രിയെ വലിച്ചെഴിച്ചു എന്നാണ് രാഹുലിന്റെ പരാതി. രാഹുൽ ഈശ്വർ പറയുന്നതിന് 100% ഞാൻ യോജിക്കുന്നു. ശബരിമല അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനത്താണ് തന്ത്രിക്ക് എന്നുള്ളത്. ആ സ്ഥാനം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ളൊരു മേൽശാന്തി അവിടെ വന്ന് ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് മേൽശാന്തി നിയമനവുമായിട്ട് തന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് വെക്കുക. ഇദ്ദേഹത്തിന് പ്രവൃത്തി പരിചയത്തിന്റെ പേരിൽ അവിടെ നടത്തപ്പെടേണ്ട പൂജകൾ കൃത്യമായിട്ടാണോ, അവിടെ നടന്നു പോകേണ്ട ആചാരാനുഷ്ഠാനങ്ങൾ, ഒരു മേൽശാന്തി പാലിക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ടാണോ നടന്നു പോകേണ്ടത് എന്നുള്ളൊരു ചുമതല ഈ തന്ത്രി എന്ന സ്ഥാനത്തും പിതാവ് എന്ന സ്ഥാനത്തും ഇല്ല എന്നുള്ള ചോദ്യത്തിന് അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രസാദ് മേൽശാന്തിയായി നിയമിതനായി ആദ്യത്തെ ആഴ്ച തന്നെ വിജിലൻസ്, ശബരിമല വിജിലൻസ്, ദേവസ്വം വിജിലൻസ് അദ്ദേഹത്തെ കയ്യോടെ ഒരു കാര്യത്തിൽ പിടിച്ചിരുന്നു. അതായത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, അന്ന് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്ന ഒരു ദിവസമായതുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. അവിടുത്തെ നെയ് അദ്ദേഹം ടിന്നുകളിലാക്കി, കുപ്പികളിലാക്കി 100 രൂപയ്ക്ക് വിറ്റുവെന്ന്. അതായത് ഒരു ദിവസം മാത്രം 5 ലക്ഷം രൂപയുടെ നെയ് വിറ്റ് എന്നത് കയ്യോടെ വിജിലൻസ് പിടിച്ചു. പിന്നീട് അദ്ദേഹത്തിന് താക്കീത് നൽകി. കാരണം ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുള്ളതാണ് ഇതുപോലെ ടിന്നുകളിലാക്കി നെയ് വിൽക്കരുതെന്ന്. അങ്ങനെ ഒരു ക്രമക്കേട്, അതായത് ആദ്യത്തെ ആഴ്ച തന്നെ ലക്ഷങ്ങളുടെ കച്ചവടം ഒരു മേൽശാന്തി നടത്തിയെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? കാരണം അദ്ദേഹം പിന്നെ അതെന്തായി ടോം? അത് പിന്നീട് എന്തായി? പിന്നീട് ആ സംഭവം എന്തായി മാറി? അല്ല, ഈ അന്വേഷണം എങ്ങോട്ട് പോയി? അദ്ദേഹത്തിന് താക്കീത് നൽകി. പിന്നീട് വിൽക്കാൻ പാടില്ല, കുപ്പികളാക്കി വിൽക്കാൻ പാടില്ല. ശരി, രാഹുൽ കൂടി ചേരുന്നുണ്ട്. രാഹുൽ തന്ത്രിയും കണ്ണടച്ചു കൂടി ചേരുന്നുണ്ട്. രാഹുൽ തന്ത്രിയും കണ്ണടച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. ഇത് പ്രശ്നം എന്താ അറിയാമോ? അതിന്റെ ഈ ഒരു അമ്പലത്തിന്റെ ഇന്റേണൽ മെക്കാനിസം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. അമ്പലത്തിന് 2 കൈകളുണ്ട്. ഒരു കൈ എന്ന് പറഞ്ഞാൽ റിച്വലിസ്റ്റിക്, റിലീജിയസ്, സ്പിരിച്വൽ. ഇതാണ് തന്ത്രി നോക്കുന്നത്. ശബരിമലയിലല്ല, എല്ലാ അമ്പലങ്ങളിലും. മറ്റേ കൈ എന്ന് പറഞ്ഞാൽ സെക്യുലർ, അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായ കാര്യങ്ങൾ. ഇതെല്ലാം യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യങ്ങളോ ദേവസ്വം ബോർഡ് നോക്കേണ്ട കാര്യങ്ങളോ ആണ്. രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ? അതായത് 90കൾ വരെ അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. അതിനുശേഷം അത് കുറെ കൂടെ ട്രാൻസ്പെറന്റ് ആയി. ഇവരുടെ കയ്യിൽ നിന്നെല്ലാം ചെക്ക് വാങ്ങും. എന്നിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ ചെക്ക് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ ചെക്ക് തിരിച്ചു കൊടുക്കും. എന്ത് ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. കൈക്കൂലി വാങ്ങുന്നത് ചെക്കായിട്ട് മേടിച്ചിട്ട് എന്തൊരു പകൽക്കൊള്ളയാണ് ഈ നടക്കുന്നത്. ഇത് കൺമുമ്പിൽ എന്നിട്ട് നമ്മൾ പറയുമ്പോൾ തന്ത്രി പാവം അങ്ങർക്കൊന്നും അറിയില്ല. ഈ തന്ത്രിയുടെ കൺമുമ്പിലാണ് ഈ തോന്നിവാസം നടക്കുന്നത്. ഈ ലക്ഷങ്ങളുടെ തിരിമറിയും ലക്ഷങ്ങളുടെ കൈക്കൂലിയും കൊടുത്തിട്ടുള്ള ഈ തെമ്മാടിത്തരം മുഴുവൻ നടക്കുന്നത് തന്ത്രിയുടെ കീഴിലാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.